പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നോൻപുകാല ദിനങ്ങളിൽ തിരുസഭ നമ്മുടെ മുൻപിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വെല്ലുവിളി തന്നെയാണ്, ശരിക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. ചുറ്റുമുള്ള സഹോദരങ്ങളിൽ അവിടത്തെ കാണാതെ ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അവരുടെ വിശപ്പുകളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെല്ലാതെ ഒരു നോൻപുകാലം വിശുദ്ധമായി ആഘോഷിക്കാനോ ആചരിക്കാനോ ആവില്ല എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീത്. വചനം അതാണ് പറയണത്. ഒരാളവിടെ വിശന്ന് കിടക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റണേ? ഈ ഉപമയിലെ രണ്ടുപേരെ കാണും. ലാസറിനെ നമുക്കൊന്ന് പതുക്കി മാറ്റി നിർത്താം അവസാനത്തെ ഒരു ചിന്തയായിട്ട്. പക്ഷേ ധനവാൻ ചെയ്ത തെറ്റെന്താണ്? ബഹുമാനപ്പെട്ട ബോബി ജോസച്ചൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഓർക്കുന്നുണ്ട്. ഈ സ്നേഹം എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം അത് വെറുപ്പല്ല, അവഗണനയാണ്. സ്നേഹം എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം വെറുപ്പായിരുന്നെങ്കിൽ ഈ ധനവാൻ ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. കാരണം ധനവാൻ ലാസറിനെ വെറുത്തിട്ടില്ല. വെറുക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ആകെ ചെയ്തത് തൻ്റെ പടിവാതിൽക്കൽ ഭക്ഷണമില്ലാതെ പുഴുവരിച്ച വ്രണങ്ങളുമായി കിടക്കുന്ന ഈ മനുഷ്യനെ അവഗണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കൺമുൻപിൽ കാണുന്ന മനുഷ്യരെ അവഗണിച്ചു പോയ ആളുകളെക്കുറിച്ച് വലിയ താക്കീതുമായിട്ട് നമ്മളൊരു നല്ല സമരിയക്കാരൻ്റെ ഉപമയൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഈ അവഗണനയാണ് സ്നേഹത്തിൻ്റെ വിപരീത പദം. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വ്യാഖ്യാനമുണ്ട്. സ്നേഹിച്ചാലും വെറുത്താലും നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്, ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സ്നേഹിച്ചാലും വെറുത്താലും അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എതിരാളിയാണ് വെറുക്കുമ്പോൾ, അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എൻ്റെ പ്രിയപ്പെട്ടവനാണ് നമ്മൾ സ്നേഹിക്കുമ്പോൾ, വ്യക്തിയാണ്. പക്ഷെ അവഗണിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഒരാളെ അല്ല എന്നുള്ള മട്ടിൽ നമുക്ക് അയാൾ തകർത്ത് കളയാൻ പറ്റും. അങ്ങനെ ഒരാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിധത്തിൽ നമുക്ക് അയാളിങ്ങനെ പാടെ അവഗണിച്ച് അയാളെ ഇല്ലാതാക്കാൻ പറ്റും. ഊരുവിലക്കൊന്നൊക്കെയുള്ള സംഗതി ഈ ലോകത്തെ ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷയായി മാറിയതിൻ്റെ കാരണം അതാണ്. ഒരു വീട്, ഒരു നാട്, ഒരു ദേശം മുഴുവൻ ഒരാളെ ഒറ്റപ്പെടുത്തുന്നു. അയാളോട് മിണ്ടുന്നില്ല, അയാളോടൊരു സംസർഗമില്ല, അയാളെ ഒന്ന് സഹായിക്കാൻ തയ്യാറല്ല, അയാൾക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒന്ന് വാങ്ങാൻ വയ്യ, അയാൾ പുറത്ത് മറ്റുള്ളവരുമായിട്ട് ഒരു സമ്പർക്കവും പാടില്ല. പിന്നെ എങ്ങനെ ജീവിക്കും ഒരാൾ? സ്നേഹം എന്നുള്ള വാക്കിൻ്റെ വിപരീത പദം അത് അവഗണന തന്നെയാണ്. അത് പാടില്ലെന്ന് ദരിദ്രരിൽ നിന്നും വിധവകളിൽ നിന്നും നിങ്ങൾ മുഖം മറയ്ക്കരുതെന്ന് വചനം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ അവഗണന കർത്താവിൻ്റെ മുൻപിലെ വലിയ അപരാധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്കാണ് ഇയാൾക്ക് ടിക്കറ്റ് കൊടുക്കുക. ആലോചിച്ച് നോക്കിയേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല വേറെ. ഒപ്പം നിൽക്കുന്ന ഈ കൺമുൻപിൽ കാണുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കഴിവുണ്ടായിട്ടും ഇടപെട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രം, അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം, അവഗണിച്ചു കളഞ്ഞുള്ള ഒരു കാര്യം എത്രമാത്രം ഗൗരവമുള്ള തെറ്റാണെന്ന് വചനം നമ്മളെ ശരിക്കും ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭക്ഷണം കൊടുക്കാതെ പൈസ കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞു വിട്ട ചില ഭിക്ഷക്കാരെ കുറിച്ചുള്ള ഓർമ്മയല്ല മനസ്സിലേക്ക് വരേണ്ടത്. ചില സമയങ്ങളിൽ അതൊക്കെ നല്ലതാണെന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതടക്കമുള്ള വലിയ ഉപദ്രവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ ഒരു സംഘത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ പൈസ കൊണ്ടാണെന്നൊക്കെയുള്ള ചില ശക്തമായിട്ടുള്ള താക്കീതുകൾ പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവഗണിച്ച് കളഞ്ഞിട്ടുള്ളത് നമ്മളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ തന്നെയല്ലേ. നമ്മുടെ സഹായം ശരിക്കും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ മുഖം തിരിച്ചു കളഞ്ഞിട്ടുള്ള പല ആളുകളും നമ്മുടെ കൺമുൻപിലില്ലേ. നമ്മുടെ പരിചയത്തിലുള്ളവർ, എന്തിനും നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവർ, മക്കൾ, മാതാപിതാക്കൾ. ആലോചിച്ച് നോക്ക്. ഈ അവഗണന തീർച്ചയായും സ്വർഗത്തിൻ്റെ മുൻപിൽ അവരുടെ നിലവിളികൾ, കരച്ചിലുകൾ നമുക്കെതിരായിട്ടുള്ള നിലവിളിയായിട്ട് മാറുന്നുണ്ടെന്ന് ഓർക്കണം. ഒരു തരത്തിലും കൂടെയുള്ളവരെ അവഗണിക്കാതെ ചേർത്ത് പിടിക്കാനുള്ള കാലമായിട്ട് ഈ ഒരു നോൻപ് കാലത്തെ എടുക്കുന്നത് നല്ലതാണ്. അപ്പുറത്ത് ലാസർ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്തേക്കണം, നമ്മൾ
കരുതിയാലും ഇല്ലെങ്കിലും, നമ്മൾ അവഗണിച്ചാലും ചേർത്ത് പിടിച്ചാലും സ്വർഗം ഇവരെ നോക്കും. കാരണം ഇയാളുടെ പ്രത്യാശ, ഇയാളുടെ ആശ്രയം കർത്താവ് മാത്രമാണ്. ലാസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ എന്നുള്ളതാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന അതാ പറയണത്, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. അത് ആദ്യത്തെ ആ ഒരു ധനവാനെക്കുറിച്ച് നമുക്കത് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റും. ശരീരശക്തിയിൽ ആശ്രയിക്കുകയും മനുഷ്യനെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരാൾ, അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ദൈവം മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറയുന്ന ലാസറിനെ കണക്കുള്ളവരെങ്ങനെയായിരിക്കുമെന്ന് വചനം പറഞ്ഞു തരും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിയേ, ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവെ നീ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ കിടന്ന ഒരാൾ ഇപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലാണ്, സ്വർഗത്തിലാണ്. അത് മാത്രം ധ്യാനിച്ചാൽ മതി. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും കർത്താവ് ഇവരെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ സഹായിക്കുകയല്ല, നേരെ മറിച്ച് ഇവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുക. നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ജീവിതത്തെ ഈ ഒരു സഹായത്തിലൂടെയും കൂടെയുള്ളവരെ ശ്രദ്ധിക്കുന്നതിലൂടെയും അവരെ പരിഗണിക്കുന്നതിലൂടെയും ചേർത്ത് പിടിക്കുന്നതിലൂടെയും നമ്മൾ നമ്മുടെ നരകത്തിലേക്കുള്ള യാത്രയെ സ്വർഗത്തിലേക്ക് വഴിതിരിച്ചു വിടാം. ശരിക്കും ആരെയാണ് സഹായിക്കുന്നതെന്ന് ഓർത്തിട്ട് വേണം ഇതുപോലുള്ള ഉപവിപ്രവർത്തനങ്ങളിലൊക്കെ ഒന്ന് ഏർപ്പെട്ടു തുടങ്ങാൻ. കർത്താവെ, ശരിയായ വഴികളിലേക്ക് സ്വർഗത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിത രീതികളെ നിയന്ത്രിക്കാൻ മനസ്സാകണമേ. അതിന് ആശീർവാദം തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ലാസറിനെ കണക്ക് അങ്ങ് മാത്രമാണ് സഹായം എന്നേറ്റു പറഞ്ഞുകൊണ്ട് വേറൊരാളിലും മനുഷ്യരിലൊരാളിലും ആശ്രയം വയ്ക്കാതെ അങ്ങിലേക്ക് മാത്രം ഇങ്ങനെ വേരൂന്നി ജീവിക്കാൻ ഞങ്ങൾക്ക് വലിയ ശരണം തരണമേ എന്ന്, അങ്ങിൽ പരിപൂർണമായി പ്രത്യാശിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന്, വേറൊരാളിലേക്കും ഞങ്ങളുടെ മനസ്സ് തിരിക്കാതിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ലാസറിനെ കണക്ക് കർത്താവെ നീ മാത്രമാണ് സഹായം എന്ന് പറഞ്ഞ് അവിടുന്നിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.